നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കലോത്സവത്തിലെ ഏറ്റവും വർണ്ണാഭമായ ഇനങ്ങളാണ് ഗ്രൂപ്പ് ഡാൻസും ബാൻഡ് മേളവും. പൊതുവെ ഗ്രൂപ്പ് ഇനങ്ങളൊക്കെ തന്നെ നല്ല വർണ്ണാഭമാണ്. മനസ്സ് നിറയെ ദിവസം മുഴുവനും ബാൻഡ് മേളം കാണാൻ പറ്റുന്നത് സ്റ്റേറ്റ് കലോത്സവത്തിലാണ്. ആദ്യമായി ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിലെ ബാൻഡ് മേള കണ്ടത് കോഴിക്കോട് വെച്ചാണ്. അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്നു കലോത്സവം, അന്നും കണ്ടു. ബാൻഡ് മേളം എവിടെ ഉണ്ടെങ്കിലും ഞാനത് മുഴുവനായി കാണാറുണ്ട്. അങ്ങനെ ബാൻഡ് മേളം കണ്ടതിൻ്റെ കഥയാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. കലോത്സവത്തിലെ ഏറ്റവും വർണ്ണാഭമായ ഗ്രൂപ്പ് ഇനങ്ങളിൽ ബാൻഡ് മേളവും ഗ്രൂപ്പ് ഡാൻസുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഇനങ്ങളാണിത്. ബാൻഡ് മേളത്തിൽ 20 കുട്ടികൾ ഉണ്ടാവും. മിനിമം 20 കുട്ടികൾ ആവശ്യമാണ്. അത് 20 മിനിറ്റിൻ്റെ പരിപാടിയാണ്. ഗ്രൂപ്പ് ഡാൻസും 10-12 കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ 10 മിനിറ്റോളം ഉണ്ടാകും ഗ്രൂപ്പ് ഡാൻസും. ഇത് രണ്ടും വളരെയധികം വർണ്ണാഭമാണ്. വേഷവിധാനങ്ങളാകട്ടെ മ്യൂസിക് ആകട്ടെ വളരെ ആനന്ദം തരുന്നതാണ്. അങ്ങനെയുള്ള ബാൻഡ് മേളം കണ്ട് മനസ്സും കണ്ണും നിറഞ്ഞാൽ ആണ് സ്റ്റേറ്റ് കലോത്സവം കണ്ടിട്ട് വരിക. ഈ ഗ്രൂപ്പിനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പാടുണ്ടാകുന്നുണ്ട്. ഒരു വർഷത്തെ പഠിപ്പീര് അല്ല ഇതിനുള്ളത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം എടുക്കാറുണ്ട്. ബാൻഡ് മേളത്തിൽ പലവിധ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ കൊട്ടുന്നതാകട്ടെ, ഡ്രമ്മുകളാകട്ടെ, അതല്ല ഊതുന്നതാകട്ടെ, പൈപ്പുകളാകട്ടെ, ഇങ്ങനെ പലവിധ ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യങ്ങൾ ഈ പരിപാടിയിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഓരോ വാദ്യ ഉപകരണവും അത് ഉപയോഗിക്കുവാൻ ആദ്യമേ പഠിക്കണം. ഇത് ഡ്രമ്മ് കൊട്ടുന്നവരാട്ടെ ഡ്രമ്മ് അടിക്കാൻ പഠിക്കും. അത് കുഴലൂതുന്നവരാട്ടെ കുഴലൂതാൻ പഠിക്കും. ഇങ്ങനെ പലവിധ ഉപകരണങ്ങൾ ആദ്യമേ പഠിപ്പിച്ചെടുക്കും. അത് പഠിച്ചതിന് ശേഷം അതിനുള്ളിൽ നല്ലതായിട്ടുള്ള പാട്ടുകളോ മ്യൂസിക്കുകളോ ഒക്കെ വായിച്ച് എടുക്കുവാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ഗ്രൂപ്പായിട്ട് ഇവരെ ഒരു പരിപാടിക്ക് ഒരു മ്യൂസിക് ചെയ്യുവാൻ വേണ്ടി പരിശീലിപ്പിക്കുക. ഈ പരിശീലനത്തോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഡിസ്പ്ലേയും കൂടെ ഉണ്ടാകും. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒരിടത്ത് നിന്നിട്ട് വാദ്യോപകരണം വായിക്കുന്നതല്ല. ഡിസ്പ്ലേയിൽ വളരെ മനോഹരമായി പല തരത്തിലേക്ക് പല സൈഡിലേക്ക് സഞ്ചരിക്കുകയും കൂടെ ചെയ്യുന്നു. ഈ വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്കും സൈഡിലേക്കും കോണിലേക്കും ആയി പല ഡയറക്ഷനിൽ പല ആകൃതി ഉണ്ടാകുന്ന വിധത്തിൽ ഈ 20 കുട്ടികളുടെ സെറ്റ് പല ആകൃതിയിൽ ഒരു ഗ്രൗണ്ട് നിറഞ്ഞ് നിൽക്കുന്നത് പോലെ ആയിട്ട് ഇവരെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ആകുമ്പോൾ അതും കൂടെ പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഗ്രൗണ്ട് നിറഞ്ഞ് നിന്ന് ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഗ്രൗണ്ടിലുള്ള പരിശീലനമാണ് എപ്പോഴും നടക്കുക. ഇതിൽ 20 കുട്ടികൾ ഉള്ളതിനാൽ 20 കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് വേണം പരിശീലനം നടക്കാൻ. അത് സ്കൂൾ തലത്തിൽ പരിശീലനം നടത്താറുണ്ട്. ഗ്രൗണ്ടിലാണ് പരിശീലനം. എല്ലാ ദിവസവും പരിശീലനം ഉണ്ടാകും. ഇത് വർഷങ്ങൾ നീണ്ടെടുക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ്. ആ പരിശീലനത്തിൽ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒരേ സമയം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പല കുട്ടികളും പല ക്ലാസ്സുകളിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടാണ് ഈ പരിശീലന പരിപാടി നടത്തുക. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് വരേണ്ട ഡിസ്പ്ലേ പോലെയുള്ള സാഹചര്യത്തിൽ അവരെ ഒരുമിച്ച് കിട്ടുക എന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. ഇതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ഡാൻസിന്.
ഗ്രൂപ്പ് ഡാൻസിനും 10ലധികം കുട്ടികളുണ്ടാകും. പല കുട്ടികളും പല ക്ലാസ്സുകളിലായിരിക്കും. അവരുടെ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടാണ് ഗ്രൂപ്പ് ഡാൻസിലും പല വിധത്തിലുള്ള സ്റ്റെപ്പുകൾ ഓരോരുത്തരെയും പഠിപ്പിച്ചതിന് ശേഷം ഇവര് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ ഇതിന് എല്ലാ കുട്ടികളും ഒരുമിച്ച് വരേണ്ടതുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പരിശീലന പരിപാടികൾക്ക് ശേഷമാണ് ഇത് സ്റ്റേറ്റ് ലെവൽ മത്സരിക്കാൻ പോവുക. സ്റ്റേറ്റ് ലെവലിലെ മത്സരം എന്ന് പറയുന്നത് വളരെയേറെ മനോഹരമാണ്. അത് കണ്ടു നിൽക്കാൻ നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടാറുണ്ട്. കാരണം അത്രയേറെ ഭംഗിയാണ് അത് കാണാൻ. കേരള സ്റ്റേറ്റിൻ്റെ കലോത്സവം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഇനങ്ങളാണ് വരിക. എല്ലാവരും ഒരേപോലെ കളിക്കുന്നവരായിരിക്കും. അതിൽ മത്സരത്തിൽ ഫസ്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ജഡ്ജസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഒരേ തരത്തിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളായിരിക്കും എല്ലാ ടീമുകളും. അതിനാൽ തന്നെ കാഴ്ചക്കാർക്ക് നയനാനന്ദകരമാണ്. ഈ എല്ലാ ഒന്നിനൊന്ന് മെച്ചമായ ടീമുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങുന്ന പരിപാടി വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. അതിന് മാത്രം ടീമുകൾ ഉണ്ടാകും. ഇവരെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നതും വളരെയേറെ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. ഒരാളെ ഒരുക്കുന്നത് പോലെയല്ല 20 പേരെ ഒരുക്കുക. 20 പേരെയും ഒരേ തരത്തിലാണ് ഒരുക്കുക. അവരുടേതായിട്ടുള്ള പ്രത്യേകമായ വേഷവിധാനങ്ങളുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഫേസ് മേക്കപ്പ്, ലേഡീസിനാണെങ്കിൽ ഫേസ് മേക്കപ്പ് കാണും, ബോയ്സിന് അതിന് മാത്രം കാണില്ല. എങ്കിലും അവരുടെ വേഷവിധാനങ്ങൾ വളരെയധികം പ്രത്യേകത നിറഞ്ഞതാണ്. അപ്പം ഇതെല്ലാം അണിയിച്ച് ഒരുക്കി രാവിലെ മത്സരം തുടങ്ങുന്ന സമയം തന്നെ ഇവരെ അണിയിച്ച് ഒരുക്കി കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മത്സരത്തിനുള്ള ലോട്ട് എടുക്കുന്ന സമയം എല്ലാ പേരും മത്സരത്തിൽ പങ്കെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പോടെ ആയിരിക്കും അവിടെ വന്ന് ഹാജരാകേണ്ടത്. അവർക്ക് അന്നേരം ഹാജരായില്ലെന്നുണ്ടെങ്കിൽ, നമ്പർ വിളിക്കുമ്പോൾ ഈ ടീം ഹാജരല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത് ഒരു അവസരം ഉണ്ടാകുന്നതല്ല. ഇതാണ് ഈ മത്സരങ്ങളുടെ ഒരു പ്രത്യേകത. അതിനാൽ തന്നെ ഗ്രൂപ്പിനത്തിൽ ഉള്ളവരെ എല്ലാവരെയും ഒരുക്കി ലോട്ടെടുക്കുന്ന സമയം തന്നെ പരിപാടി ആദ്യത്തെ നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറിൽ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ടീം അംഗങ്ങളും റെഡിയാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ പലവിധ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ഇനങ്ങൾ എല്ലാം തന്നെ അവിടെ പരിപാടിയിൽ അവതരിപ്പിക്കാൻ പോകാറുള്ളത്. ഇതിൽ അവസാനമായി ഫസ്റ്റ് കിട്ടുന്ന ടീമിന് എന്തുമാത്രം സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.